പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വിഷൻ 63 പിന്തുണയേറുകയാണ്. പ്രവർത്തകരുടെ മാത്രമല്ല ഹൈക്കമാൻഡിന്റെ പിന്തുണ തന്നെ ലഭിക്കുന്നതോടെ ഇനി വി ഡി സതീശൻ ശക്തനാവുകയാണ്. ഒരു കോൺഗ്രസ് നേതാവോ അല്ല ഒരു UDF നേതാവോ 2026 അധികാരത്തിലെത്താനുള്ള ഒരു നീക്കവും ആലോചിക്കാതെ ചർച്ച ചെയ്യാതെ നിൽക്കുമ്പോഴാണ് വി ഡി സതീശൻ വ്യക്തമായ ഒരു റിപ്പോർട്ട് തന്നെ തയ്യാറാക്കി അധികാരത്തിലെത്തണമെന്ന നിർബന്ധം പിടിച്ചിരിക്കുന്നത്. അതിന് കൈയടിക്കുക തന്നെ വേണം. അതിന്റെ ഭാഗമായി നമ്മൾ മലബാറിലെയും മധ്യ കേരളത്തിലെയും ഏകദേശം സീറ്റുകളെ കുറിച്ചും ചർച്ച ചെയ്തിരിക്കുന്നു. ഇനി തെക്കൻ കേരളത്തിലെ 4 ജില്ലകളിലെ സീറ്റുകളിൽ വി ഡി സതീശന്റെ പട്ടികയിലുള്ളതും പിടിച്ചെടുക്കാൻ കഴിയും എന്നുറപ്പിക്കുന്നതുമായ സീറ്റുകളെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ ആലപ്പുഴയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ആകെയുള്ള 9 സീറ്റുകളിൽ ഇന്ന് കോൺഗ്രസിന്റെ കയ്യിലുള്ളത് ഹരിപ്പാട് എന്ന രമേശ് ചെന്നിത്തലയുടെ ഒറ്റ സീറ്റ് മാത്രമാണ്. എന്നാൽ ഇന്ന് കേരളത്തിൽ എളുപ്പത്തിൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്ന സീറ്റുകളാണ് ആലപ്പുഴയിലെ എല്ലാ സീറ്റുകളും എന്നുള്ളത് കൃത്യതയോടെ നമുക്ക് പറയാൻ കഴിയും. സ്വാഭാവികമായും കേരളത്തിൽ നിലനിൽക്കുന്ന അതിശക്തമായ ഭരണവിരുദ്ധ വികാരത്തിന് പുറമെ CPM പാർട്ടിക്കുള്ളിലെ വിഭാഗീയത CPM-നെ മുച്ചൂടും മുടിച്ചിരിക്കുകയാണ് ആലപ്പുഴയിൽ. മാത്രമല്ല രമേശ് ചെന്നിത്തലയ്ക്ക് പുറമെ KC വേണുഗോപാലും ആലപ്പുഴയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തനം നടത്തുകയാണ്. രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട 2 നേതാക്കൾ ഒരു ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ നയിക്കുന്നതോടെ ഇനി മറ്റു വിശേഷണമൊന്നും സത്യത്തിൽ ഈ ജില്ലയ്ക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർക്ക് ഒരു സംശയവും വേണ്ട. ഇന്ന് CPM-ന്റെ കയ്യിലുള്ള അരൂരും ആലപ്പുഴയും അമ്പലപ്പുഴയും കായംകുളവും ചെങ്ങന്നൂരും ഒപ്പം NCP-യുടെ കയ്യിലുള്ള കുട്ടനാടും കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്ന് ഉറപ്പിക്കുകയാണ്. നല്ല വോട്ട് വ്യത്യാസമുള്ള ചേർത്തലയും ഒരുപക്ഷെ മാവേലിക്കരയും ചിലപ്പോൾ നഷ്ടപ്പെട്ടു എങ്കിലും പുതുതായി ആലപ്പുഴ ജില്ലയിൽ 6 സീറ്റുകൾ നേടുമെന്നാണ് വി ഡി സതീശന്റെ കണക്ക് കൂട്ടലുകൾ എന്നാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ഇനി പത്തനംതിട്ടയിലേക്ക് വരികയാണെങ്കിൽ ആകെയുള്ള 5 സീറ്റുകളിൽ ഒന്നുപോലും UDF-നില്ല. സതീശന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഒരു സംശയവുമില്ലാതെ തന്നെ പറയാം, ആറന്മുളയും കോന്നിയും അടൂരും കോൺഗ്രസ് ഉറപ്പിക്കുകയാണ്. അതിന്റെ പ്രവർത്തനം സത്യത്തിൽ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ കേരള കോൺഗ്രസിന്റെ കയ്യിൽ നിൽക്കുകയാണെങ്കിൽ റാണിയും മാത്യു ടി തോമസ് മാറുകയാണെങ്കിൽ തിരുവല്ലയും UDF പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങൾ തന്നെയാണ്. എങ്കിലും 3 സീറ്റുകൾ പുതുതായി ലഭിക്കുമെന്നതിൽ വി ഡി സതീശന് യാതൊരു സംശയവുമില്ല. ഇനി കൊല്ലം ജില്ലയിലേക്ക് കടക്കുമ്പോഴും കോൺഗ്രസിന് നല്ല പ്രതീക്ഷയാണുള്ളത്. LDF തരംഗമുണ്ടായ 2021 പോലും വലിയ അട്ടിമറികളൊക്കെ നടത്തിയ ജില്ലയാണ് കൊല്ലം. 30,000-ലധികം വോട്ടുകൾക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ തോറ്റ് ഓടിയൊളിച്ച കുണ്ടറ മണ്ഡലത്തിൽ PC വിഷ്ണുനാഥ് അട്ടിമറി വിജയം നേടിയത് നമ്മൾ കണ്ടു. അതുപോലെ LDF-ന്റെ കുത്തക മണ്ഡലമായ കരുനാഗപ്പള്ളിയിൽ CR മഹേഷും അട്ടിമറി വിജയം നേടി. നേരിയ വ്യത്യാസത്തിൽ കൊല്ലം സീറ്റ് കൈവിട്ടുപോയി. എന്നാൽ ഇനി ആ കൊല്ലവും ചാവറയും കൊട്ടാരക്കരയും പത്തനാപുരവുമാണ് കോൺഗ്രസ് ഉറപ്പിക്കുന്നത്. 2-ന് പുറമെ 4 സീറ്റുകൾ കൂടി കൊല്ലം ജില്ലയിൽ കൂടുതൽ ലഭിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് ഉറച്ചു വിശ്വസിക്കുന്നത്. അതിനുള്ള പണി സത്യത്തിൽ കൊല്ലം ജില്ലയിലും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരമാണ്. തലസ്ഥാനം പിടിച്ചാൽ സംസ്ഥാനം പിടിക്കാം എന്നൊരു ചൊല്ല് തന്നെ കേരള രാഷ്ട്രീയത്തിൽ കാലങ്ങളായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ആകെ സീറ്റുള്ളത് 14 പക്ഷേ ഇപ്പോൾ കയ്യിലുള്ളത് കോവളം 1 മാത്രമാണ്. അവിടെ M വിൻസെന്റ് ആണ് MLA. എന്നാൽ കോവളത്തിന് പുറമെ ഒട്ടനവധി മണ്ഡലങ്ങൾ കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്നതായി ഉണ്ട്. അതിനുള്ള പണി ആദ്യം തന്നെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. പക്ഷേ തിരുവനന്തപുരത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള തൊടുത്തിൽ കുത്താണ്. ഒരു നേതാവിന് മറ്റൊരു നേതാവിന്റെ നിഴൽ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ സങ്കുചിതമായ വ്യക്തിപരമായ രാഷ്ട്രീയ അജണ്ടയും വെച്ച് അവിടുത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ മുതൽ താഴോട്ടുള്ള ഒട്ടുമിക്ക നേതാക്കന്മാരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞണ്ടിന്റെ സ്വഭാവം കേരള രാഷ്ട്രീയത്തിൽ കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജില്ല തിരുവനന്തപുരം തന്നെയാണ്. അതിൽ തിരുവനന്തപുരം നഗരമണ്ഡലവും വട്ടിയൂർക്കാവും അരുവിക്കരയും വർക്കലയും നെടുമങ്ങാടും പിടിച്ചെടുക്കുമെന്ന് ഉറപ്പിച്ച പോരാട്ടമാണ് കോൺഗ്രസ് നടത്താൻ വേണ്ടി പോകുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ടത്
അവിടെ CPM-നെ പോലെ തന്നെ BJP-യും ശക്തമാണ്. BJP-യിലേക്ക് പോകാൻ ഇടയുള്ള നിഷ്പക്ഷമതികളായ ആളുകളുടെ വോട്ട് പിടിച്ചെടുക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെ ഏതർത്ഥത്തിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരും എന്നാണ്. ഒരു കാര്യം ഉറപ്പാണ്, തിരുവനന്തപുരക്കാരനായിട്ടുള്ള ഏത് സ്ഥാനാർത്ഥി ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും പരാജയപ്പെടുത്താനുള്ള ആസൂത്രിതമായ നീക്കം ഇവർ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മറ്റു ജില്ലകളിൽ നിന്ന് മുമ്പ് വ്യക്തിപരമായ വിരോധമോ ഈഗോയോ ഇല്ലാത്ത നേതാക്കന്മാരെ കൊണ്ടുപോയാൽ ഒരുപക്ഷെ നന്നാവും. BJP 2ാം സ്ഥാനത്ത് നിൽക്കുന്ന കഴക്കൂട്ടം, നേമം പോലെയുള്ള മണ്ഡലങ്ങളിൽ മത്സരം കടുപ്പമാണെങ്കിലും നെയ്യാറ്റിൻകര, പാറശാല എന്നീ മണ്ഡലങ്ങളും കോൺഗ്രസ് ഉറപ്പിക്കുകയാണ്. കൂടാതെ വാമനപുരം, കാട്ടാക്കട എന്നീ മണ്ഡലങ്ങളാണ് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത്. അങ്ങനെ വെറും ഒരു മണ്ഡലം മാത്രമുണ്ടായിരുന്ന ഇടത്ത് നിന്ന് 10 മണ്ഡലത്തിലേക്കെങ്കിലും കോൺഗ്രസ് എത്തിച്ചേരും എന്നൊരു ഘട്ടം വന്നാൽ മാത്രമേ കേരളത്തിൽ UDF-ന് അധികാരത്തിൽ വരാൻ വേണ്ടി കഴിയൂ. കേരളത്തിലെ 13 ജില്ലകളിൽ വോട്ടെണ്ണിക്കഴിഞ്ഞാലും തിരുവനന്തപുരം ജില്ലയിൽ 10 സീറ്റുകളിലേക്ക് കോൺഗ്രസിന് എത്തിപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായാൽ 2026 സ്വപ്നം കാണേണ്ടി വരില്ല, ഉറപ്പാണ്. അതുകൊണ്ട് പാർട്ടി ഏറ്റവും വലിയ ശക്തി ദുർഗമായി കണ്ട് പ്രവർത്തിക്കേണ്ട ഇടം അത് തിരുവനന്തപുരം തന്നെയാണ്. അത് പ്രതിപക്ഷ നേതാവിന്റെ നീക്കങ്ങളിൽ ഉണ്ടാകും എന്നുള്ളത് ഞങ്ങൾ കരുതുകയാണ്. ഏതായാലും ആര് മുഖ്യമന്ത്രിയാകുമെന്ന് തീരുമാനിക്കാൻ കഷ്ടപ്പെടുന്ന കോൺഗ്രസ് നേതാക്കൾ ആദ്യം സ്വയം ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമുണ്ട്: ഏത് പാർട്ടിക്കാരൻ മുഖ്യമന്ത്രിയാകും എന്നുള്ളതാണ്. ഇത്രയും വലിയ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോൾ അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തി ഇല്ലാതാക്കാൻ VD സതീശൻ തുടങ്ങിയ ഉദ്യമവും വിജയത്തിലേക്ക് കടന്നാൽ സുഖമായി 90-നും 100-നും ഇടയിലുള്ള സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരും. അതല്ല ഇതാണ് പോക്കെങ്കിൽ വ്യക്തിയാധിഷ്ഠിത വിരോധം മനസ്സിൽ സൂക്ഷിച്ച് സകലവനെയും വെട്ടിമാറ്റുക എന്ന് പറയുന്ന ഉണ്ണിത്താൻ ശൈലി കേരള രാഷ്ട്രീയത്തിൽ ആകെ പടർന്നു പിടിച്ചാൽ കോൺഗ്രസ് അനുഭവിക്കാൻ വേണ്ടി പോകുന്ന ദുരന്തം ഏറ്റവും വലുതായിരിക്കും.